വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് സമ്മറിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. ഇവിടെ ജൂൺ 21 ആണ്. നല്ല ചൂടും വെയിലും എല്ലാം ഉണ്ട്. അപ്പോൾ കുറച്ച് കൂൾ ഡൗൺ ആകാൻ സാൻഡ്പോർട്ടിൽ സെൻറ്റർ പാർക്സിൻ്റെ ആക്വാ മുണ്ടോയിൽ പോവാണ്. കുറച്ച് ചിൽ ചെയ്യാം. നല്ല വെതർ ആയതുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട്. ട്രാഫിക് കണ്ടില്ലേ, നല്ല ഇന്ന് ട്രാഫിക്കിൽ നമ്മൾ പെട്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് സാൻഡ്പോർട്ടിലുള്ള സെൻറ്റർ പാർക്സിൻ്റെ ആക്വാമൊണ്ടോയിലാണ്. സാൻഡ്പോർട്ടിൽ ആക്ച്വലി ഒരു നല്ല ബീച്ചുമുണ്ട്. അവിടേക്കാണ് മോസ്റ്റ്ലി ക്രൗഡൊക്കെ പോകുന്നതെന്ന് തോന്നുന്നു. ആക്വാമൊണ്ടോ ഒരു വാട്ടർ പാർക്ക് പോലത്തെ ഒരു സ്ഥലമാണ്. അത് ഉള്ളത് സെൻറ്റർ പാർക്സിൻ്റെ ഉള്ളിലാണ്. സെൻറ്റർ പാർക്സ് ആക്ച്വലി ഒരു റിസോർട്ട് പോലത്തെ ഒരു സ്ഥലമാണ്. അതിൻ്റെ ഉള്ളിൽ അക്കോമഡേഷൻ ഉണ്ട്, പിന്നെ കുറേ ആക്ടിവിറ്റി ഏരിയാസും ഉണ്ട്. അപ്പം നമുക്ക് ആക്ച്വലി ഇന്ന് ആക്സസ് ചെയ്യേണ്ടത് അവരുടെ പൂൾ ഏരിയ മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ഡേ പാസ് എടുത്തിട്ട് ആക്വാമൊണ്ടോയിലാണ് പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ഇത് കണ്ടത് ആക്ച്വലി നമ്മൾ ബെൽജിയം പോയപ്പോഴാണ്. അവിടെ നല്ല ഒരു വലിയ ആക്വാമൊണ്ടോ ആയിരുന്നു ഉള്ളത്. കമ്പയർഡ് ടു ദാറ്റ് ഇവിടെയുള്ള ആക്വാമൊണ്ടോ അത്രയും വലിയതല്ല, എന്നാലും എറിക്കിൻ്റെ ഏജിലുള്ള പിള്ളേർക്കൊക്കെ ഫൺ തന്നെയായിരിക്കും. സ്പെഷ്യലി ഇത്രയും ഹോട്ട് വെതറിൽ നമുക്കൊന്ന് കൂൾ ഡൗൺ ആകാൻ നല്ല ഒരു ഓപ്ഷനാണ് ഇവിടെ. ഒരു ഫുൾ ഡേ വേണമെങ്കിലും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. ടൈം പോകുന്നത് അറിയേയില്ല. നമ്മൾ ഇപ്പോൾ ഉള്ളത് സാൻഡ്പോർട്ടിൻ്റെ അടുത്തുള്ള ഏരിയാസിലാണ്. ഇതാണ് ഇവിടുത്തെ റിച്ച് ഏരിയാസ്. വീടുകളൊക്കെ നല്ല അടിപൊളി വീടുകളും സ്ഥലങ്ങളും ഉണ്ട് ഇവിടെ. ഇന്ന് വെതർ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇത്രയും ട്രാഫിക്. കാർ മാത്രമല്ല, നമുക്ക് സൈഡിൽ കൂടെ കുറേ സൈക്കിൾസും പോകുന്നത് കാണാം. അപ്പോൾ ഈ സമയത്ത് ആക്ച്വലി കാർ എടുക്കുന്നതിൻ്റെക്കാളും വേഗം നമുക്ക് സൈക്കിളിൽ പോയാൽ എത്തും. ലക്കിലി ഈ ബീച്ച് ഏരിയാസൊക്കെ നമ്മുടെ വീടിന് അത്രയും ഡിസ്റ്റൻസ് ഇല്ല. ഒരു 25 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് എത്താൻ പറ്റും. പക്ഷേ നല്ല വെതറും ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു കാര്യവുമില്ല. നല്ല തണുപ്പും കാറ്റും ഒക്കെ ആയിരിക്കും. ഇവിടെ നെതർലാൻഡ്സിൽ ഒരു ട്രഡീഷൻ ഉണ്ട്. സ്കൂളിൽ പോകുന്ന പിള്ളേർ 4 days വാക്കിങ്ങിന് പോകും. അതെന്ന് പറയുന്നത് ആഫൂൺ ഫിയർഡാഗ്സ് എന്നാണ്. അപ്പം ഇവർ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കും. അപ്പം എറിക്കിന് നമ്മൾ ഗിഫ്റ്റായി കൊടുത്തതാണ് ഈ ആക്വാമൊണ്ടോ എക്സ്പീരിയൻസ്. ഇന്നലെയായിരുന്നു ആക്ച്വലി ഈ 4 day വാക്കിങ്ങിൻ്റെ എൻഡ് ഡേ. അപ്പം ഇവർ 5 കിലോമീറ്റേഴ്സ് വെച്ചാണ് ഇപ്പം നടക്കുന്നത്. 10 കിലോമീറ്റേഴ്സിൻ്റെയും ഓപ്ഷൻ ഉണ്ട്. അത് കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞ് അവർക്ക് വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. അപ്പം ഇത്രയും നടന്നു കഴിഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. ആക്ച്വലി ഇന്നലെ നമുക്കത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പം ഇന്ന് പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് ഇവിടെ പോവുകയാണ്. വെതറും അടിപൊളിയാണ്. സോ നല്ല ഒരു ഡേ നമുക്ക് എൻജോയ് ചെയ്യാം. സൈഡിൽ ബീച്ച് ഏരിയ കാണുന്നില്ലേ, ഇതാണ് സാൻഡ്പോർട്ട് ബീച്ച്. ഇന്ന് നല്ല ക്രൗഡഡ് ആയിരിക്കും. പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ് ഇന്ന്. ഇവിടെ തന്നെയാണ് നമ്മുടെ ഫോർമുല 1 റേസിംഗിൻ്റെ ട്രാക്ക് ഉള്ള സ്ഥലവും. ഇതാണ് നമ്മുടെ ഫോർമുല 1 ഹൈനക്കൻ ഡച്ച് ഗ്രാൻഡ് പ്രീൻ്റെ സ്ഥലം. ഇപ്പോൾ അവിടെ എന്തോ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാറൊക്കെ റേസ് ചെയ്യുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മൾ വീട്ടിൽ ഗാർഡനിലിരിക്കുമ്പോൾ തന്നെ ആ കാർ റേസിങ്ങിൻ്റെ സൗണ്ട്സൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും ഇടയ്ക്ക്. ഇവിടെ കാണുന്നത് ഒരു ബീച്ച് ഹൗസ് ഹോട്ടലാണ്. അതിൻ്റെ മേലെ ഇരിക്കുന്ന ഒരു ജീപ്പിൻ്റെ ഡിസ്പ്ലേ നമുക്ക് കാണാം. അങ്ങനത്തെ ഒരു ടോയ് എറിക്കിനുണ്ടായിരുന്നു. ഗ്രാൻഡ് പ്രീ നടക്കുന്നത് മോട്ടോർ ബൈക്ക് റേസ് ആണ്. സമ്മർ ടൈം ആകുമ്പോൾ നമുക്കിങ്ങനെ പല സ്ഥലത്ത് കിബെലിങ്ങിൻ്റെ ചെറിയ കടകൾ കാണാൻ പറ്റും. കിബെലിംഗ് എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് ഫിഷാണ്. നല്ല യമ്മിയാണ്. അതുപോലെ തന്നെ വിൻ്റർ ആകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറേ വോളിബോളിൻ്റെ സ്ഥലങ്ങൾ കാണാൻ പറ്റും. ടോയ്ലറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ, ഷവർ ടോയ്ലറ്റ് ഒക്കെ പുതിയത്. സെൻറ്റർ പാർക്സിൻ്റെ ഒരു ഏരിയ ആണ്. ഇവിടെ നമുക്ക് സൈക്കിൾ റെൻറ്റിനൊക്കെ എടുക്കാൻ കിട്ടും. നമ്മൾ പക്ഷേ ആക്വാമൊണ്ടോ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇങ്ങനത്തെ ബാൻഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ
ഇവിടെയാണ് നമ്മുടെ ചേഞ്ചിങ് റൂംസ്. നമ്മുടെ തിങ്സ് ഒക്കെ വെക്കാൻ നമുക്കിവിടെ ലോക്കറുണ്ട്. ഇത് ഓപ്പൺ ക്ലോസ് ചെയ്യുന്ന നമുക്ക് കിട്ടിയ ആ റെസ്റ്റ് ബാൻഡ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻസൈഡ് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ വാട്ടർ പാർക്ക് ഏരിയ. ഇവിടെ കുറേ സ്ലൈഡ്സും ബബിൾ ബാത്തും ഹോട്ട് ബാത്തും അങ്ങനെ പല ഏരിയാസൊക്കെ ഉണ്ട്. അവിടെ പോയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കഴിക്കാനുള്ള പ്ലേസസും ഉണ്ട്. പൂൾ ഏരിയയിൽ അധികം റെക്കോർഡ് ചെയ്തില്ല, കാരണം മൊബൈൽ ഞാൻ പിന്നെ ലോക്കറിൽ വെച്ചു, അല്ലെങ്കിൽ വാട്ടറിൽ പോയി എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല അത്രയും. കുറച്ച് ടൈം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിക്കാൻ ഇവിടെ വന്നതാണ്. അങ്ങനെ ഒരു 4 to 5 hours നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ നമുക്ക് ഇറങ്ങണമായിരുന്നു, കാരണം കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങും കുറച്ച് കാര്യങ്ങളുമൊക്കെ മേടിക്കാനുണ്ട്. അടുത്ത ഡേ നമുക്ക് ബാർബിക്യൂവിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാമായിരുന്നു. നല്ല ഫൺ പ്ലേസാണ്. ഇവിടെ നമുക്ക് റിലാക്സ് ചെയ്യാൻ കുറച്ച് സ്ഥലങ്ങൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല ഒരു റെസ്റ്റോറൻറ്റ് വേണമെങ്കിൽ ഇതിൻ്റെ പുറത്തുണ്ട് ഒരു നല്ല റെസ്റ്റോറൻറ്റ് ഇവിടെ തന്നെ. അകത്തുള്ള ഏരിയയിൽ നമുക്ക് ചെറിയ സ്നാക്സൊക്കെ കിട്ടാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു ഉള്ളത്. ഇറ്റ്സ് എ റിയലി ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇതുവരെ നിങ്ങളിവിടെ വന്നിട്ടില്ലെങ്കിൽ ഒരു ടൈം ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഡേ പാസ് എടുത്ത് അക്വാമുണ്ടോ മാത്രം ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അങ്ങനെ നമ്മുടെ ഫുൾ ടൈമൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ്. നമ്മളിവിടെ ദേക്കമാർട്ടിൽ വന്നിരിക്കുകയാണ് നമ്മുടെ ബാർബിക്യൂവിനുള്ള ആവശ്യമുള്ള തിങ്സൊക്കെ എടുക്കാൻ. നാളെ വെതർ ഓക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു, പക്ഷേ നെതർലൻഡ്സ് ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. ലാസ്റ്റ് മൊമെൻറ്റിൽ എന്തും സംഭവിക്കാം. അത്യാവശ്യം ഗ്രോസറിയൊക്കെ മേടിച്ച് കഴിഞ്ഞ് നമ്മളിവിടെ വേറെ ഒരു തുർക്കിഷ് സ്റ്റോറിൽ വന്നിരിക്കുകയാണ്. അവിടെ നമുക്ക് നല്ല ഫ്രൂട്ട്സും ചിക്കനും ഒക്കെ കിട്ടും. അപ്പോൾ ഇന്നലെ നമുക്കിവിടെ സമ്മറിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. ഇന്നലെ നമ്മൾ അക്വാമുണ്ടോയിൽ പോയി കുറച്ച് ചില്ല് ചെയ്തു. ഇന്ന് നമുക്ക് ഒരു ബാർബിക്യൂൻ്റെ പ്ലാനാണ് ഉള്ളത്. അപ്പം അതിനു വേണ്ടി നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് കാണാം ബാർബിക്യൂൻ്റെ വിശേഷങ്ങൾ. ഇന്നാണ് നെക്സ്റ്റ് ഡേ. ഇതൊക്കെയാണ് നമ്മൾ ബാർബിക്യൂക്ക് റെഡിയാക്കി വെച്ചേക്കുന്ന സാധനം. എല്ലാം മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ നമ്മൾ ഓൾറെഡി മാരിനേറ്റഡ് ഐറ്റംസും മേടിച്ചിട്ടുണ്ടായിരുന്നു. വലിയ ഒരു ബാർബിക്യൂ പാർട്ടിയൊന്നുമില്ല, ചെറിയ രീതിയിൽ നമ്മൾ ഒന്ന് സമ്മർ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട്. ഈ ഫ്രണ്ട്സിനെ നമ്മൾ പരിചയപ്പെട്ടത് ഹാർലമിൽ നമ്മളൊരു ചേർച്ചിൽ പോകാറുണ്ട്. അപ്പം അവിടെ കണ്ട് പരിചയപ്പെട്ട കുറച്ച് ബാച്ചിലേഴ്സാണ്. എല്ലാവരും ബാച്ചിലേഴ്സ് അല്ല കേട്ടോ, 1-2 മാരീഡ് ആൾക്കാരും ഉണ്ട്, പക്ഷേ ഫാമിലി നാട്ടിലാണ്. ഇവിടെ നമുക്ക് ബാർബിക്യൂവിൻ്റെ ഹെഡ് ഷെഫ് ഇന്ന് റാഫേലാണ്. കൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഇന്ന് ഗ്ലോറിസണും ഷിൻറ്റോയും ഉണ്ട്. ഷിൻറ്റോ നമുക്ക് ഒരു 3 kg സാമൺ ഫിഷാണ് കൊണ്ടുവന്നിരിക്കുന്നത്. റാഫേൽ അത് അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ബട്ടറും സോൾട്ടും പെപ്പറുമാണ് മെയിനായിട്ട് നമ്മൾ മാരിനേഷൻ യൂസ് ചെയ്തേക്കുന്നത്. സോ അങ്ങനെ നമ്മുടെ ചെറിയ ബാർബിക്യൂ പാർട്ടി അടിപൊളിയായി പോകുന്നുണ്ടായിരുന്നു. സോ ഇനി വ്ളോഗ് എൻഡ് ചെയ്യുകയാണ്. സീ യു അഗൈൻ ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്.